മൂന്നാറിൽ വട്ടവടയിലെ 1200 രൂപയ്ക്ക് ഒരു അടിപൊളി സ്റ്റേ. അതും ഇൻക്ലൂഡിങ് ഫുഡ്, 2 ട്രെക്കിങ്, ഒരു വാട്ടർഫോൾ വിസിറ്റ്, ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ്. ഇത്രയും ഫെസിലിറ്റീസോട് കൂടി അടിപൊളി പുറംലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കിടിലൻ പ്രോപ്പർട്ടിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ പോയി പൊളിക്കാൻ പോയി വേണം. യൂത്തിനൊക്കെ വൈബ് ചെയ്യാൻ പറ്റുന്ന, ചില്ല് ചെയ്യാൻ പറ്റുന്ന കിടിലൻ പ്രോപ്പർട്ടി. അപ്പോൾ നേരെ നമ്മൾ പോകുന്നു വട്ടവടയിലേക്ക്. ഓക്കെ, പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില ഇടങ്ങളുണ്ടല്ലേ, അതിങ്ങനെ തേടി പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് അവിടെ എത്തി അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആദ്യമായിട്ട് കണ്ണുകൊണ്ട് ആ ഇടം കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് ഇടങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യണം, മൂന്നാറിൻ്റെ ഇങ്ങേ അറ്റം. എന്നാലും മൂന്നാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് മൂന്നാറുകാർക്കും അറിയത്തില്ല, മൂന്നാറിൽ എന്ത് നടന്നു എന്നുള്ളത് ഇവിടത്തുകാർക്കും അറിയത്തില്ല. അപ്പോൾ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി 2 ദിവസം ചില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സേഫായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ പൊളിക്കാൻ പറ്റിയ ഒരു വൈബാണ് ഇവിടെ. കാരണം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ല. കപ്പിൾസ് ആണെങ്കിൽ പോലും അവർക്ക് കപ്പിൾസ് ടെൻറ്റ് അവൈലബിൾ ആണ്. സാധാരണ നമ്മൾ ഇത്തരം ക്യാമ്പിങ്ങിൽ വരുമ്പോൾ ഒരു കോമൺ ടോയ്ലറ്റ് ആയിരിക്കുമല്ലോ, ഒരു 4-5 ടോയ്ലറ്റ് ഒരുമിച്ചിട്ടായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓരോ ടെൻറ്റിനും സെപ്പറേറ്റ് ആണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ടെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും നമുക്കായിട്ടുള്ള ടോയ്ലറ്റ്. ഇപ്പോൾ വട്ടവടയിൽ നിന്ന് ഏകദേശം നമുക്കൊരു 8 കിലോമീറ്ററാണ് ഇവിടത്തേക്ക് ഡിസ്റ്റൻസ് വരുന്നതെന്ന് പറയുന്നത്. വട്ടവടയിൽ നിന്ന് ചിലന്തിയാർ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ കൂരാം എന്ന് പറയുന്ന ക്യാമ്പിംഗ് ഉള്ളത്. ആക്ച്വലി അപ്പോൾ ഈ ക്യാമ്പിലൊക്കെ വന്ന് താമസിക്കുമ്പോൾ പലർക്കും ഒരു പ്രശ്നമാണ്, പലരുടെ ഒരു ചോദ്യമാണ് സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അടച്ച് ഉറപ്പിച്ച ചുമരുകളേക്കാൾ നല്ലത് പ്രകൃതിയോട് ഓപ്പണായിട്ടിരിക്കുന്ന ഇത്തരം ക്യാമ്പുകളാണ്. കാരണം ഇവിടെ ഒന്നും നമുക്ക് സേഫ്റ്റിക്ക് ഒരു വിഷയമില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 2 കാര്യങ്ങൾ കണ്ടായിരുന്നേ. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. മൂന്നാറിലെ നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് വെയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒന്ന് കൂളാക്കാൻ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, നമ്മുടെ പാഷൻ ഫ്രൂട്ടും. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മൂന്നാറിൽ അത് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചെറിയ തണുപ്പും നല്ല മധുരമാണ് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടിന്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിന് പുളിയാണല്ലോ. അപ്പോൾ അതൊന്ന് കഴിച്ചാലോ. കഴിച്ചിട്ട് ബാക്കി യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ എല്ലാ കടയിലും പാഷൻ ഫ്രൂട്ടിന് 10 രൂപയാണ്. ഇവിടെ ഈ അക്കയ്ക്ക് മാത്രം 20 രൂപയാണ് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും വരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങുള്ളൂ. കാരണം ചിലത് പൈസയേക്കാൾ വലുതാണല്ലോ ചില ബന്ധങ്ങളെന്ന് പറയുന്നത്. ഇവരെന്നും രാവിലെ കുറേ പാഷൻ ഫ്രൂട്ടുമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സെയിൽ ചെയ്യും കേട്ടോ. വൈകുന്നേരം ഒരു 5-6 മണി വരെ ഈ വെയിലത്ത് ഇങ്ങനെ നിന്ന് സെയിൽ ചെയ്യും. കടയൊന്നുമില്ല, കടയിൽ നിന്ന് നിർമ്മിക്കാനുള്ള വകയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ കുറേ പാഷൻ ഫ്രൂട്ട് മാത്രം സെയിൽ ചെയ്തിട്ട് വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകും. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ മൂന്നാർ യാത്രയിൽ ഒപ്പം കൂട്ടുന്ന ഒരു അക്കയാണിത്. ഞാനിങ്ങനെ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കഴിഞ്ഞപ്പോൾ പണ്ട് മുതലേ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ, ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്. റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ സെക്യൂരിറ്റീസ് നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിർത്തി ചോദിച്ചു, ഇത് എന്തിനാണ് സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ളത് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് മാട്ടുപ്പെട്ടി ഫാമിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ പശുക്കളുണ്ട്, അതുപോലെ തന്നെ ആനകൾ താഴെ വെള്ളം കുടിക്കാൻ വരും. അപ്പോൾ ഈ നമ്മളെപ്പോലുള്ള വരുന്ന സഞ്ചാരികളൊക്കെ കഴിച്ചിട്ട് ഈ വേസ്റ്റ് ഇവിടെ ഇടും. നമുക്ക് വയറ് വെക്കുമ്പോൾ തോന്നും വേസ്റ്റ് ഇവിടെ ഇട്ടിട്ട് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് ആ പശുക്കളും വരുന്ന ആനകളും ഒക്കെ അത് കഴിച്ചിട്ട് അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാൻ ഇടയുണ്ട്. ഈ വരുന്നവർ, മൂന്നാറിലേക്ക് വരുന്നവരും കൂടെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ വരുന്നവർ ഇങ്ങനെ വേസ്റ്റ് ഇടാതിരുന്നാൽ എവർക്കൊന്നും ഇങ്ങനെ ഈ വെയിലത്ത് ഇവിടെ ഇങ്ങനെ കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിടുന്ന വേസ്റ്റിന് കാവൽ നിൽക്കുന്നതാണ് ഇത്തരം മനുഷ്യരെന്ന് പറയുന്നത്. ഓക്കെ താങ്ക് യു. ശരി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സൺസെറ്റ് പോയിന്റ് ആണല്ലേ. നമുക്ക് ഒരു മല കയറി മുകളിൽ പോകാനുണ്ട്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സൺസെറ്റ് പോയി കവർ ചെയ്തിട്ട് വരാം. ഓക്കെ. യെസ്, ആ മലയുടെ മണ്ടയിൽ കാണുന്ന സൂര്യനെ നമ്മൾ ഇപ്പുറത്തുനിന്ന് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഈ മല കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഹബു ഉണ്ട് കേട്ടോ. അബുവാണ് നമ്മളെ നയിക്കുന്നത്. മല കയറി തുടങ്ങി കേട്ടോ. കയറിക്കൊണ്ടിരിക്കട്ടോ. അമ്മ അബു, നീ എവിടെയായിരുന്നു? അബു പകുതി എത്തിയപ്പോൾ
കയറാൻ പറ്റാതെ ഇവിടെ സ്റ്റക്കായി ചേട്ടാ. എന്നാലും അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമോൺ അബു, വൺ മോർ ട്രൈ. വാ കയറ്. യെസ് ട്രൈ ജമ്പ്. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ അബു കമോൺ. വാ, ഇപ്പം എവിടെ ഇതേണക്കത്തെ കേവ് കണ്ടാലും മഞ്ഞുമൽ ബോയ്സാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അത് അടിപൊളി ഒരു കേവ്. അബു ഇങ്ങോട്ട് വരണ്ട. സൺസെറ്റ് കാണാൻ നമ്മൾ കയറിയിരിക്കുന്ന വ്യൂ ഉണ്ടോ? അമ്മാതിരി അട്ടാറ് വ്യൂ കേട്ടോ. ശരിക്കും നമ്മളൊരു 10 മിനിറ്റ് എടുത്തോളൂ കേട്ടോ ട്രക്കിങ്ങിന്. പെട്ടെന്ന് കയറി എത്തി. പക്ഷെ അവരുടെ കയറ്റം അങ്ങനെയായിരുന്നു കേട്ടോ. അമ്മാതിരി കേട്ടോ. ഞാനായോണ്ട് കൂടെ പിടിച്ചു കേട്ടോ. അബു ഡോണ്ട് വറി, വെയിറ്റ് ദേർ. ഓക്കെ, ദേ ഇവിടെ നിൽക്കുമ്പോൾ ദേ കറക്റ്റ് ഒരു 360 വ്യൂ ആണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ഒരു പാറയുടെ മുകളിലാണ് കയറി നിൽക്കുന്നത്. ഇവിടെ നിന്നാൽ ദേ ഇമ്മാതിരി പ്രകൃതിയുടെ ഒരു 360 വ്യൂ കിട്ടും കേട്ടോ. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മൾ മീശപ്പുലിമല പോയിട്ടുണ്ട്, കൊളുക്കുമല പോയിട്ടുണ്ട്, ചുക്രമുടി പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം കിടിലം വ്യൂ ആണല്ലേ. അതേപോലെ ഒരു കിടിലം വ്യൂ ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇത് എവിടെയാണെന്നറിയാമോ? ഇത് നമ്മുടെ മൂന്നാറിലെ ചെലന്തിയാർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കിടിലം വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കൂരയിൽ വന്നപ്പോൾ കൂരയുടെ തൊട്ട് മുകളിലാണ് ഈ വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഇതേ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ എൻ്റെ മുന്നിൽ ഇതേ സൂര്യൻ അങ്ങനെ അപ്പുറത്തെ മലയിൽ നിന്ന് അങ്ങനെ അസ്തമിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് നമ്മൾ ഇപ്പുറത്തെ മലയിലിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴെ അവിടെ കാണുന്നതാണ് നമ്മുടെ കൂര എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം കയറി മുകളിൽ വന്ന കേട്ടോ. ഇത് പറയുമ്പോൾ തോന്നും ജസ്റ്റ് ഒരുപാട് ഹൈക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് ട്രക്ക് ചെയ്യണമെന്ന് തോന്നും. ജസ്റ്റ് 10 മിനിറ്റ്സ് നമ്മൾ വാക്ക് ചെയ്തതേ ഉള്ളൂ നേരെ ഇവിടെ എത്തിയെന്നുള്ളതാണ് കേട്ടോ. അത്രയ്ക്ക് ഒരു അടിപൊളി സ്പോട്ടാണ്. അത്രയ്ക്ക് അടുത്താണ് ഈ സ്പോട്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണി ആയാതെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് നൈസായിട്ട് ആ സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഫീല് വേറെ ലെവലാണ്. അപ്പോൾ ഈ മല മുകളിലിരുന്ന് സൺസെറ്റും ആസ്വദിച്ച് ഇവിടെ നിന്ന് മലയിടുക്കുന്ന വരുന്ന ആ ഒരു തണുത്ത കാറ്റുമായിട്ട് ദേ ഒരു നൈസായിട്ടുള്ളൊരു കട്ടൻ കുടി കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് പതുക്കെ വിട വാങ്ങാനുള്ള സമയമായി കേട്ടോ. ദേ ആകാശമൊക്കെ പതുക്കെ ചുമന്നു തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇരുണ്ട് തുടങ്ങും. അപ്പോൾ അതിനു മുന്നേ ദേ നമുക്ക് താഴെ എത്തണം. നമ്മൾ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ കൂരയിൽ എത്തിയപ്പോൾ ദേ കൂരയുടെ ടോട്ടൽ ആംബിയൻസേ മാറി കേട്ടോ. നൈറ്റ് ഫീലായി, നൈറ്റ് വൈബായി. ഇനി നൈറ്റ് വൈബാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. വായോ. യെസ്, അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ ഒന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന മുന്നേ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മളെ വീട്ടുകാരൊക്കെ പണ്ട് തൊട്ടേ നമ്മളെ അവരുടെ രീതിക്ക് വളർത്താൻ നോക്കുമല്ലേ. അവരുടെ രീതിയിൽ ജോലിയൊക്കെ വഹിച്ച് ആ രീതിയിലാക്കാൻ നോക്കും. എന്നെ അങ്ങനെ ആവുന്ന രീതിയിൽ ട്രൈ ചെയ്ത് കേട്ടോ. പഠിപ്പിച്ച് ഏകദേശമൊക്കെ അതിലൊക്കെ എത്തിച്ചു. അന്നത്തെ കാലത്ത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെക്നോ പാർക്കിൽ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ജോലി കിട്ടുന്നൊരു അവസരമായിരുന്നു. അപ്പോൾ എന്നെ വിസയൊക്കെ എടുത്ത് തന്നു, അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ പോയില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പ്രകൃതിയായിട്ടുള്ളൊരു കണക്ഷനുണ്ട്. ഇതെല്ലാവർക്കും കിട്ടത്തില്ല. വളരെ അപൂർവമായിട്ടുള്ള ചിലർക്ക് മാത്രമാണ് ഈ കണക്ഷൻ കിട്ടുന്നത്. ഈ കണക്ഷൻ കിട്ടിയാലുണ്ടല്ലോ നമ്മളൊരു പരിധിക്ക് അപ്പുറത്തോട്ട് രക്ഷപ്പെടുത്തുമില്ല. ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ രോഹിത്തിനെയും എനിക്ക് അങ്ങനെ ഒരാളായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ രോഹിത്, ഞാൻ പറഞ്ഞ ഇൻട്രോ ഒക്കെ ഏകദേശം കറക്റ്റാണോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ രോഹിത് ഒന്ന് പരിചയപ്പെടുത്തിയേ. രോഹിത് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ മർച്ചന്റ് നേവിയിലായിരുന്നു, ഓഫീസറായിരുന്നു. മർച്ചന്റ് നേവിയിൽ ഓഫീസറായിരുന്നു. ഓക്കെ. അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ ഈ ലീവിന് വരുന്ന സമയത്ത് മിക്കവാറും ഏതെങ്കിലും കാട്ടിക്കൂടെ ആയിരിക്കും. വീട്ടുകാരെപ്പോഴും പറയും കടലിൽ നിന്ന് നേരെ വന്ന് കാട്ടിലോട്ട് പോകാനായിട്ട് നാട്ടി വരുന്നത്. കടൽ വിട്ടിട്ടൊന്ന് കരയിലോട്ട് പച്ചപ്പിലോട്ടൊന്ന് ഇറങ്ങിക്കൊള്ളാന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഈ പ്രകൃതിയുടെ ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ വലിയ പാടാ. പുള്ളി ആ കിട്ടിയ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്നു. എനിക്ക് ഒരുപാട് അവസരങ്ങൾ എല്ലാ റേഡിയോ സ്റ്റേഷനിലും ഗൾഫിലും എല്ലായിടത്തും തുടങ്ങുമ്പോൾ എന്നെ വിളിക്കും കേട്ടോ. ഞാൻ പോവാറില്ല ഇപ്പം, അതുകൊണ്ട് ആരും വിളിക്കാതെ ആയി. എന്തായാലും കൂര
നല്ലൊരു കൺസെപ്റ്റാണ് അല്ലേ, നല്ലൊരു പേരാണ് കൂര എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിരുന്നത് കൂരയെ പോകുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നും പല ട്രൈബൽ ഊരുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഞാൻ കൂരയ്ക്ക് പോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൂരയാണ്. പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൗതുകത്തിന് ഇട്ടതാണെന്ന് കേട്ടോ. ശരിക്കും അങ്ങനെയല്ല. അതായത് ഇവിടെ വന്ന് പെട്ടാലുണ്ടല്ലോ, നമ്മൾ പെട്ടതാണ്, പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗവിയിൽ പറയൂലേ, അതേപോലെയാണ്. മൂന്നാർ എന്ത് നടന്നു എന്നുള്ളത് പോലും ഇവിടെ ആർക്കും അറിയത്തില്ല. ഞാൻ വന്നിട്ട് ഓരോ ന്യൂസൊക്കെ പറയുമ്പോൾ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് ഇന്ന് ഏത് ദിവസമാണെന്ന് പോലും ഇവർക്ക് ഓർമ്മയില്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നടക്കട്ടെ, എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടൊരു ജോളിയാക്കാം. ഓക്കെ, ശരി. ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത്, എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് പ്രൈവസിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ തട്ടായിട്ടാണ് ഓരോ ടെൻറ്റും അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോർമൽ ടെൻറ്റ് തൊട്ട് നമ്മുടെ അറേബ്യൻ ടെൻറ്റ് മുതൽ അങ്ങനെ പല ടൈപ്പിലുള്ള ടെൻറ്റുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അവർക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു ഏരിയയിൽ അവർക്ക് എല്ലാവർക്കും കൂടെ കൂടാൻ പറ്റും. ഇപ്പം നമ്മളൊരു കപ്പിളായിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് വേറൊരു സൈഡിലും, പിന്നെ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് വേറൊരു സൈഡിലും, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ തന്നെ. നമ്മളൊരു ചില്ല് ചെയ്യാനോ അല്ലെങ്കിൽ വൈബ് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മളൊരു ടീമിനെ എൻജോയ് ചെയ്യാൻ പറ്റണം. കുറച്ച് പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കാൻ പറ്റണം. അത്തരത്തിലും യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല കേട്ടോ. സാധാരണ നമ്മൾ പരിചയപ്പെടുത്തുന്ന കാടിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഞാൻ അധികം അതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. പക്ഷേ ഈ പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഒരു ലിമിറ്റേഷനും ഇല്ല. നിങ്ങളിനി എത്ര ഉച്ചത്തിൽ പാട്ട് വെച്ചാലും ഇവിടെയൊന്നും ആരുമില്ല, ഈ പരിസരത്ത് പോലും ആരും ഇല്ലെന്നുള്ളതാണ്. സോ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. നൈസ് മൂഡാണ് കേട്ടോ. നൈറ്റ് ആണെങ്കിൽ നൈസ് മൂഡാണ്, വേറൊരു മൂഡാണെന്ന് പറയാം. രാത്രി ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പായി. നമ്മുടെ മൂന്നാറിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അത് ഈ സമയത്ത്. അപ്പോൾ കുറച്ച് ക്യാമ്പ് ഫയറും ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് ഇങ്ങനെ അങ്ങ് കൂടി നൈറ്റ് പൊളിയാക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ് നൈറ്റ് ഒരു ആംബിയൻസ്. ഞാൻ പറയുമ്പോൾ തന്നെ, ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും മനസ്സിലാവും നൈറ്റ് ഇവിടെ ആംബിയൻസ് പൊളിയാണെന്നുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റപ്പോൾ വേറൊരു വൈബ് കേട്ടോ. രാവിലെ ഫുള്ള് ഇങ്ങനെ ബേർഡ്സിൻ്റെ സൗണ്ടാണ് നമുക്ക് ചുറ്റും കേൾക്കാൻ പറ്റുന്നത്. ഫുള്ളും അത്യാവശ്യം നല്ലൊരു കാടാണല്ലോ. അപ്പോൾ അടിപൊളി ആംബിയൻസ് ആണ്. നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു കൂൾ വെതറാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രിയൊക്കെ ഞാൻ സ്വെറ്ററൊക്കെ ഇങ്ങനെ പുതച്ചാണ് കിടന്നുറങ്ങിയ കേട്ടോ. നാടൊക്കെ ചുട്ടുകൊള്ളുമ്പോഴും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മേ ബി ഇത് ഏറ്റവും ഒരു റിമോട്ടായിട്ടുള്ള പ്ലേസിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം, കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നത്. 20 വർഷമായി ഞാൻ മൂന്നാറിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. സീരിയസ് ആയിട്ട് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. ഈ 20 വർഷമായിട്ടും ഞാൻ യാത്ര ഇന്ന് വരെ മടുത്തിട്ടില്ല. എന്നും ഞാൻ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഞാൻ എന്നും തേടിയിരുന്നത് പുതിയ കാഴ്ചകളും പുതിയ അറിവുകളും പുതിയ വഴികളുമാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നും ആ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാതിരുന്ന കാലത്തും ഇത്തരം ഹിഡനായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ട്രാവൽ ചെയ്തേ അന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. യാത്ര ചെയ്ത് തന്നെ അന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് പത്രമാധ്യമങ്ങളിലൂടെ. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ ഇൻ്റർനെറ്റൊക്കെ വന്നപ്പോഴും ഞാൻ ആ വഴി തന്നെ തുടർന്നു. അതായത് എനിക്ക് അന്നും ഇഷ്ടം ഇതേപോലെ കണ്ടുപിടിക്കാനായിരുന്നു കേട്ടോ. ഓരോ സ്ഥലങ്ങൾ, ഹിഡനായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ട്രാവൽ ചെയ്ത് തന്നെ കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. ഈ 2024 ഞാൻ യാത്ര ചെയ്യുന്നത് 20 വർഷം മുന്നേ ഞാൻ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതേ രീതിയിലാണ്. അതായത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒന്നും ഇടാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ആ സ്ഥലങ്ങൾ തേടി അന്വേഷിച്ച് പോവുക. അത് എൻ്റെ ഒരു ഹരമാണ് കേട്ടോ. അതിലാണ് എൻ്റെ ഒരു കിക്കെന്ന് പറയുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഇടങ്ങൾ തേടി പിടിക്കുന്നതും അവിടത്തേക്ക് യാത്ര ചെയ്യുന്നതും നിങ്ങളെ അവിടത്തേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. അടച്ചിട്ട 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് ഇതുപോലൊരു ഓപ്പൺ എയറിലിരുന്നു ഇങ്ങനെ പ്രകൃതിയുടെ ഒരു കാറ്റൊക്കെ ഏറ്റും ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലും നമ്മൾ ഏത് AC റൂമിലിരുന്ന് കഴിച്ചാലും കിട്ടത്തില്ല കേട്ടോ. യെസ്, അപ്പോൾ അടുത്ത പരിപാടിക്കായിട്ട് എന്നെ വിളിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തിയ ബ്രോ. എഴുത്തിഷാൻ. ഷാൻ വിളിച്ചാൽ മതി, കിട്ടൂല. ഏത്തുഷാൻ കേട്ടോ, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേര്. എന്തായാലും ഏത്തുഷാൻ, നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്?
നമ്മൾ വാട്ടർഫോൾസിന്റെ വേറെ സൈഡിലേക്ക് പോകുന്നു. നോർമലി ടൂറിസ്റ്റ് ഒന്നും പോകാത്ത ഇവിടത്തേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പോട്ട്. വാട്ടർഫോൾസിലേക്കുള്ളത് ഒരു കിടിലൻ ട്രെക്കിംഗ് ആണ്. അതൊന്ന് കണ്ടു നോക്കാം. Va, come on. Va. Yes, right. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. എൻ്റെ അമ്മ, ഇതാണ് ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് കേട്ടോ. നമ്മളിവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇത്രയും കിടിലാണെന്ന് വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ താഴെ ഒരു കൊക്കയാണ് കേട്ടോ, വലിയൊരു കൊക്കയാണ്. അപ്പോൾ പല തട്ടുകളായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർഫോൾസിൻ്റെ ഒരു മിഡിൽ പോർഷനിലാണ് നിൽക്കുന്നത്. ഏറ്റവും മുകളിലത്തെ കാഴ്ചയാണിത്. അവിടെ നമുക്ക് പക്ക ഒരു കാടില്ലേ, നമ്മുടെ പഴയ നാഷണൽ ജിയോഗ്രഫിക്കിലും അതുപോലെ തന്നെ നമ്മുടെ ജുറാസിക് പാർക്കിലൊക്കെ കാണിക്കുന്നതിനകത്ത് ഒരു കാടിനിടയിലൂടെ ഒഴുകി വരുന്ന ഒരു വാട്ടർഫോൾസ് ആട്ടോ. അതാണ് ഇവിടെ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുളിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ മിഡിൽ പോർഷനിലാണ് നമുക്ക് കുളിക്കാൻ പറ്റുന്നത്. ദെൻ ഇവിടെ നിന്ന് പിന്നെ താഴോട്ടും അങ്ങോട്ട് ഭൂമിയില്ല, കൊക്കയാണ് താഴെ. അപ്പോൾ ഇവിടെ ഇത്രയും ഒരു പോർഷനുണ്ട്, നമുക്ക് അടിപൊളിയായിട്ട് ചാടി നീന്തി കുളിക്കാന്നുള്ളതാണ്. ഈ വേനൽക്കാലത്ത് ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ ഒന്നും നോക്കണ്ട, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അതിന്നൊരു എസ്കേപ്പിസം ആഗ്രഹിക്കുന്നവർക്ക് നേരെ നമ്മുടെ വട്ടവടയിലേക്ക് വന്നോ മാതിരി ഒരു അട്ടാറ് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് തിമിർത്ത് തിരിച്ചു പോകാൻ പറ്റും കേട്ടോ. ஹாய் தமிழ் நண்பர்ஸ், எப்படி இருக்கீங்க? இந்த வாட்டர் ஃபால்ஸ் சூப்பராக இருக்குங்களா? செம்ம ஜாலியாக இருக்குங்களா? சூப்பராக இருக்குங்க. நீங்கள் தாராளமாக இங்கே வந்து குளித்து என்ஜாய் பண்ணிக்கலாம். இந்த ஏப்ரல் மந்தில் தான் இது ஷூட் பண்ணிகிட்டு இருக்கேன். இந்த டைமிலும் இது வந்து நிறைய தண்ணியோடு இருக்கு. அப்போ நீங்கள் எப்போ வந்தாலும் இந்த மாதிரி இங்கே தண்ணி இருக்கும். அப்போது இனி எதுக்கு வெயிட் பண்ணுற? கமான். യെസ്, അപ്പോൾ നമ്മൾ മൂന്നാറിലെ വട്ടവടയിലുള്ള കൂരയിലാണുള്ളത്. അപ്പോൾ കൂരയെക്കുറിച്ച് ഇനി ഞാൻ പറയണ്ടല്ലോ, വന്നാലും നിങ്ങൾക്ക് ഇവിടെ തകർക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഒരു വാട്ടർഫോൾസ് ഉണ്ട്, സൺസെറ്റ് പോയിന്റ് ഉണ്ട്, അതുപോലെ നല്ല അടിപൊളി ഫുഡുണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, നൈറ്റ് ക്യാമ്പിംഗ് ഉണ്ട്. ഇതെല്ലാത്തിനും കൂടെ ഒരാൾക്ക് വരുന്നത് പെർ പേഴ്സൺ 1200 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ ഇങ്ങോട്ട് വെച്ച് വിട്ടോ. ഞാൻ ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂര എന്ന ഇൻസ്റ്റാ പേജ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പാമ്പാടും ഷോല നാഷണൽ പാർക്ക് വഴിയാണ് നമ്മൾ വരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റാണ്. അപ്പോൾ വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നൈറ്റ് ഡ്രൈവ് അലൗഡ് അല്ല. ഈവനിങ് 6 o'clock ആകുമ്പോഴത്തേക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. പിന്നെ രാവിലെ 6 മണിക്കേ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിലേക്ക് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ വട്ടവടയിൽ നിന്ന് ഏകദേശം നമുക്ക് ഇവിടത്തേക്കുള്ളൊരു 5 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇച്ചിരി റോഡ് മോശമാണ്. അപ്പോൾ ചെറിയ കാറൊക്കെ ആണെങ്കിൽ അടി തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബൈക്ക് റൈഡേഴ്സിനൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറാണെങ്കിലും ആ പ്രശ്നമില്ല. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, ചെറിയ കാറിലൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇവരിവിടെ നിന്ന് ജീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജീപ്പിന് 1000 റുപ്പീസാണ് വരുന്നത്. അതിലൊരു 8 പേർക്ക് ഇവിടെ എത്തിച്ചേരാം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം ട്രിപ്പ് പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.